ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഊണിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ ഈ ചട്നി തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ തൈര് കൊണ്ടിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അളവിൽ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൈരിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഇതിപ്പോൾ ഞാൻ ഒരു ഏകദേശം 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ തൈരിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ട കെട്ടാതെ പൊടിയൊക്കെ എല്ലായിടത്തും ഒരുപോലെ മിക്സ് ആകുന്ന പോലെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. മുളക് പൊടിയൊക്കെ ഇട്ടാൽ, ഇപ്പം മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി ചില്ലി ഇടാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്നിയിലൊക്കെ അത്യാവശ്യം വെളിച്ചെണ്ണ വേണമല്ലോ. പിന്നെ ഞാൻ അതിലേക്ക് എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഒന്നിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുകിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജീരകവും കടുകും ഒക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അത്യാവശ്യം വലിയൊരു സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ട് കിട്ടണം. അപ്പോൾ ഇപ്പോൾ പാതി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തൈരിൻ്റെ മിക്സ്ചറിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചട്നിക്ക് എപ്പോഴും കുറച്ചധികം ഓയിൽ വേണം. അപ്പോൾ ഓയിൽ ഒഴിക്കുന്നത് കൂടി പോവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ചട്നിയുടെ ടേസ്റ്റ് തന്നെ അതാണ് കേട്ടോ. അപ്പോൾ ഈ തൈരിൻ്റെ മിക്സ്ചർ നമുക്കിനി ഈ ഓയിലിൽ കിടന്നിട്ട്, അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആ പാത്രത്തിലുള്ള ബാക്കിയുള്ള ഗ്രേവി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട്, അതായത് ഏകദേശം 1/2 കപ്പ് അളവിൽ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കുറച്ച് നേരം ഫുൾ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വറ്റി കുറുകി വരുന്ന ആ ഒരു ടെക്സ്ചറിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം പകുതി ഭാഗം തന്നെ കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒട്ടും പറയില്ല, കഴിച്ചാലും ആരും പറയില്ല. കാരണം ഗരം മസാലയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉള്ളത് കാരണം തൈര് തന്നെയാണോ എന്ന് തന്നെ സംശയമായിരിക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചട്നി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ റെസിപ്പി ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.